നമ്മുടെ ആഹാര രീതിയാണ് മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രെസ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. ഉറക്കം ഇല്ലാത്തൊരവസ്ഥയിൽ അവന്റെ ദഹനശക്തി വളരെ കുറവായിരിക്കും. നേരം തെറ്റിയുള്ള ആഹാര രീതി, അതേപോലെ തന്നെ അമിതമായ ആഹാരം കഴിക്കൽ, മദ്യപാനം, പുകവലി, ഇതെല്ലാം നമ്മുടെ പുരുഷന്മാരുടെ ആരോഗ്യത്തിനെ വളരെ അധികം ബാധിക്കുന്നു. അപ്പൊ ദഹനശക്തി കുറയുക, ഉറക്കമില്ലാതിരിക്കുക, വ്യായാമക്കുറവ്, തെറ്റായ രീതിയിലുള്ള ആഹാര ക്രമങ്ങളും ആഹാര രീതികളും എല്ലാം ഒരു പുരുഷനെ സംബന്ധിച്ചോളം അവന്റെ ആരോഗ്യത്തിനെ വളരെയധികം ബാധിക്കുന്നു. മിക്ക പുരുഷന്മാരിലും ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ലൈംഗിക ഇതിലുള്ള ഒരു ബലഹീനത അനുഭവപ്പെടാറുണ്ട്. എനിക്കറിയാം ഒത്തിരി ചെറുപ്പക്കാർ അവർക്ക് വരുന്ന സ്വാഭാവിക പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ്, അതേപോലെ ഇറക്ഷൻ ഡിസോർഡർ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്രിമച്വർ ഇജാക്കുലേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ലൈംഗിക രോഗങ്ങളും വരാറുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ പുരുഷന്മാരിൽ അമിതമായി കാണുന്നതാണ് അവരുടെ മുടി കൊഴിച്ചൽ. ഈ ഹെയർ ഫാളിനെല്ലാം മാനസിക സമ്മർദ്ദം ഒരു വളരെ മുഖ്യമായ ഒരു കാരണമാണ്. പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്ന രക്തസമ്മർദ്ദം നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കൂടുതലായിട്ടുള്ള സ്ട്രെസ് മുഖാന്തരം വരാം. രക്തസമ്മർദ്ദം, അതേപോലെ തന്നെ പ്രമേഹം, ചെറുപ്പത്തിൽ തന്നെ പ്രമേഹ രോഗത്തിന് അടിമപ്പെടുക, അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ്, സെക്ഷൽ വീക്ക്നെസ്, ഇതെല്ലാം പുരുഷന്മാരിൽ ഇന്ന് കാണുന്ന അസുഖങ്ങളാണ്. ഇതിനൊരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ആയുർവേദ ചികിത്സാ പ്രകാരം നമ്മുടെ ശരീരത്തിൽ അമിഞ്ഞുകൂടിയിട്ടുള്ള ദോഷങ്ങളെ, അതല്ലെങ്കിൽ വിഷാംശങ്ങളെ നമുക്ക് ഭക്ഷണ രീതിയിലായാലും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ഇപ്പോൾ വിഷാംശം കലർന്നിരിക്കുകയാൽ വർഷത്തിൽ ഒരിക്കൽ 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ ഒരു 14 ദിവസമെങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടി, ഒരു 40 കഴിഞ്ഞിട്ടുള്ള ഒരു പുരുഷൻ അവന്റെ ശരീരത്തിന് വേണ്ടി ഒരു 2 ആഴ്ച വർഷത്തിൽ ഒരു ക്ലെൻസിംഗ് അഥവാ ഒരു ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്.